ഹായ്, വെൽക്കം ടു അമിയാസ്കിച്ചൻ. എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലെയിൻ മന്തി റൈസിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഇത് വെജിറ്റേറിയൻസിനായാലും നോൺ വെജിറ്റേറിയൻസായാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ്. ഇറച്ചി മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് സ്പെഷ്യലായിട്ടൊരു റൈസ് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ എന്തായാലും ചേർത്ത് കൊടുക്കുക, കാരണം ബട്ടർ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. കോക്കനട്ട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. അധികം പൊടിയായിട്ട് ചതക്കണ്ട, ജസ്റ്റ് നമ്മൾ ഉരലിലിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മതി. അപ്പോൾ അതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറച്ച് സമയം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സബോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണക്ക മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഏലക്കായ, ഒരു 2 കറുകപ്പട്ട, പിന്നെ ഒരു 5 കരയാമ്പൂണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കട്ട വെജിറ്റബിളിൻ്റെ ക്യൂബും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കട്ട വെജ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ വെജ് സ്റ്റോക്കിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാം. മന്തി മസാലയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരിയൊന്നും വേണ്ട, ജസ്റ്റ് അതേപടി തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്കൊരു ഉണക്ക നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ജസ്റ്റ് ഈ സൈഡിൽ 1-2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ നന്നായിട്ടൊന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് വഴറ്റി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കണ ആ ഒരു സമയം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ വെറുതെ മന്തിയുടെ ചട്നി കൂട്ടി തന്നെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടൊരു 4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ റൈസ് ഒട്ടും ഒട്ടിപ്പിടിക്കുകയില്ല. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്കിത് അടച്ചു മൂടിയായിട്ട് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു മൂടിയായിട്ട് ചെറിയ തീയിലിട്ട് കഴിഞ്ഞിട്ടൊരു 1/2 മണിക്കൂർ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒട്ടും അടി പിടിക്കില്ല. പിന്നെ ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ആവിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ദമ്മായിട്ട് വരും. ഇപ്പോൾ നമ്മളിത് 1/2 മണിക്കൂർ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതിൽ ഒരു കോൾ സ്മോക്കും കൂടി കൊടുക്കണം, എന്നാലേ കറക്റ്റ് ആ മന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ചാർക്കോൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫോയിൽ പേപ്പർ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കട്ടോരിയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റീലിൻ്റെ കട്ടോരി ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ചാർക്കോളൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഈ രീതിയിൽ അടച്ചു വെക്കാം.
അപ്പോൾ നമുക്ക് കറക്റ്റായൊരു മന്തിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ചാർക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ട കത്തിച്ച ആ കനലുണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പോൾ നമ്മൾ അടച്ചു മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കിത് ഇതിൽ നിന്നെടുത്ത് മാറ്റാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. ഇത് നമുക്ക് മന്തിച്ചട്ടിയുടെയും സലാഡിൻ്റെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. മന്തിച്ചട്ടിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു മട്ടൻ മന്തിയുടെയും ചിക്കൻ മന്തിയുടെയും റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്